പത്തനംതിട്ട കോന്നിയിൽ KSRTC ബസ് അപകടം 3 പേരുടെ നില ഗുരുതരമാണ്. കോന്നി ഇളകൊള്ളൂരിലാണ് അപകടമുണ്ടായത്. KSRTC ബസിന്റെ ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ 16 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അപകട കാരണം വ്യക്തമാണോ? ഉച്ചയ്ക്ക് 2 മണിക്കാണ് കോന്നി ഇളകൊള്ളൂർ ഓർത്തഡോക്സ് പള്ളിപ്പടിക്ക് സമീപം ഇത്തരം ഒരു അപകടമുണ്ടായത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെയായിരുന്ന KSRTC ബസ് എതിരെ വന്ന കാർ അമിത വേഗത്തിൽ ഓവർടേക്ക് വരികയും തുടർന്ന് ഈ കാറിനെ എതിരെ വരുന്ന കണ്ടുകൊണ്ട് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി ബസ് വെട്ടിച്ച് മാറ്റിയതുമാണ് അപകടം ഉണ്ടാകാൻ കാരണം. എന്നാൽ ഈ കാറ് ഈ ബസ്സിലിടിക്കുകയും ബസ് ഈ പള്ളിയിലുള്ള കമാനത്തിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു ഗുരുതരമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാർ പൂർണ്ണമായി തകർന്നു. കാറിനകത്ത് 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസ്സിൽ 18ഓളം പേരുണ്ടായിരുന്നു. ഇതിനകത്ത് 8 പേരെയോളം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന 3 പേരുടെ നില ഗുരുതരമാണ്. KSRTC ഡ്രൈവർ അടക്കം 2 യാത്രക്കാരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ബസ് ഈ ഗേറ്റിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ബസ് പൂർണ്ണമായി ബസ്സിന്റെ മുകൾ ഭാഗം ഈ കമാനത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ ഇടിഞ്ഞു വീണ് തകർന്നിട്ടുണ്ട്. ഈ കാറും ഈ സൈലോ കാറാണ്. ആ കാറിന് പൂർണ്ണമായി ഏകദേശം തകർന്ന സ്ഥിതിയിലാണ്. പക്ഷെ പൂർണ്ണമായി എത്ര യാത്രക്കാരുണ്ടെന്നോ അതിൽ എത്ര പേര് ഉണ്ടായിരുന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും 8 പേരെ പത്തനംതിട്ട ജില്ലാശുപത്രിയിലും 3 പേരെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിച്ചിട്ടുണ്ട്. 3 ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിച്ചത്. അത് KSRTC ഡ്രൈവർ ഉൾപ്പെടെയുള്ള 2 യാത്രക്കാരെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആണ് അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തി ഇത്തരത്തിൽ യാത്രക്കാരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോഴും ബസിന്റെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റ് കട്ടകൾ നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഗതാഗത തടസ്സവും വലിയ രീതിയിൽ ഗതാഗത തടസ്സവും പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലെ ഗതാഗത തടസ്സവും ഇപ്പോൾ ഈ പള്ളിപ്പടിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പൂർണ്ണമായി ഇവർക്ക് അപകടമുണ്ടായവരുടെ ഒരു ആരോഗ്യ നിലയെക്കുറിച്ച് കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വലിയൊരു ഗുരുതരമായ അപകടമാണ് ഉണ്ടായത്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ശശിനാരായണൻ തുടരുക. സന്തോഷ്, പ്രദേശവാസി, ഇപ്പോൾ ചേരുന്നുണ്ട് ഫോണിൽ. ശ്രീ സന്തോഷ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? നിങ്ങൾ ആ പരിസരത്തുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. അമിത വേഗത്തിൽ ഇരു സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ അന്യോന്യം കാണാൻ കഴിയത്തില്ല. കുറച്ച് ദൂരം വളവുകൾ, അശാസ്ത്രീയമായിട്ടുള്ള പണി ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്തു. ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ അപകട മേഖലയാണ്. 6ഓളം അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായി. അതിൽ 4ഓളം കുട്ടികൾ അബോധാവസ്ഥയെ കിടക്കും. എപ്പോഴും ഇത്രയൊക്കെ അപകടം നടക്കുന്ന സ്ഥലമാണത്. ഈ 6ഓളം അപകടങ്ങൾ ഈ റോഡ് പൂർണ്ണ തോതിലായതിനു ശേഷം 6ഓളം അപകടങ്ങൾ, ബൈക്ക് ഉൾപ്പെടെ 6ഓളം അപകടങ്ങൾ ഉണ്ടായി. അതിൽ 4ഓളം കുട്ടികൾ ഇപ്പോഴും അബോധാവസ്ഥയെ കിടക്കും. 2 ആഴ്ച മുന്നിൽ മനോരമ പോലുള്ള വാർത്താ ചാനലുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത അവിടെ അപകടമേഖല ബമ്പ് സ്ഥാപിക്കണം, അല്ലെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അധികാരികൾ കഴിഞ്ഞ തവണത്തെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. ശരി, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനമൊക്കെ അപ്പോൾ തന്നെ സാധിച്ചിരുന്നോ? തീർച്ചയായിട്ടും നാട്ടുകാരും വന്നവരും ഫയർഫോഴ്സ്, പോലീസ് എല്ലാവരും ദ്രുതഗതിയിൽ തന്നെ വന്നവരും വാഹനങ്ങളിൽ വന്നവരെല്ലാം വേഗം തന്നെ എല്ലാവരെയും ഹോസ്പിറ്റലൈസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അമിത വേഗം ഒന്നാമത്തെ കാര്യം എതിരെ വരുന്ന വാഹനങ്ങളെ കാണത്തില്ല. പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്ത് വരുന്ന ഒരു വാഹനമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടം നടക്കും. വളവുകളാണ്. ഈ കമാനം വീണ ആണോ പരിക്കേറ്റത്, അതോ അപകടത്തിന്റെ ആഘാതത്തിലുള്ള പരിക്കുകളാണോ കൂടുതലും? ആ കാറിലുള്ളവർക്ക് ആ ബസിന്റെ ഇടിയിലും ബസിന്റെ ഡ്രൈവറുടെ നിയന്ത്രണം പോയിട്ട് ആ കമാനത്തിൽ പിന്നെ ഇടിച്ചു കയറും. ആ കാറ് വേറൊരു വണ്ടിയിൽ ഓവർടേക്ക് ചെയ്ത് ഇറങ്ങി വരുമായിരുന്നു. കാറിൽ എത്ര പേരുണ്ടായിരുന്നു? കാറില് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന ഒരാളെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ബസ്സിലുള്ളവര് വേഗം കയറ്റി വിടുമായിരുന്നു. ഈ ബസ് ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെയാണ്? ബസ് ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ശശിനാരായണിലേക്ക് വീണ്ടും നന്ദി. ശ്രീ സന്തോഷ്, പ്രതികരിച്ചതിന്. വലിയൊരു അപകടമാണ്. 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നും ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നു. പത്തനംതിട്ട ഇളകൊള്ളൂരിലാണ് ഈ ബസ് അപകടം ഉണ്ടായത്. ശശിനാരായണൻ, ഏറ്റവും ഒടുവിൽ വിവരപ്രകാരം കൃത്യമായും 16 പേർ മാത്രമാണോ ആശുപത്രിയിലുള്ളത്?
എന്തോ അത്തരത്തിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡ് ഹൈവേ ആയി പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഇവിടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് പോകുന്നത്. അതൊരു അപകട കാരണം തന്നെയാണ്. കുറെ നാളുകളായി ഈ പ്രദേശത്ത് അപകടം ഉണ്ടാകുന്ന ഒരു പതിവുള്ള പ്രദേശം കൂടിയാണ്. പക്ഷേ ഇന്ന് ഈ അപകടം ഉണ്ടാകാൻ പ്രധാന കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാറ് മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്നത് കണ്ടുകൊണ്ട് KSRTC ഡ്രൈവർ വെട്ടിച്ചു മാറ്റിയാണ് ഈ പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള സാഹചര്യമുണ്ടായത്. അത്തരത്തിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും കാറ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. കാറ് വന്ന് ബസ് ഇടിച്ചതിന് ശേഷമാണ് ഈ വാഹനം ഈ KSRTC പള്ളിയുടെ കവാടം ഇടിച്ച് അകത്തേക്ക് കടന്നത്. ബസിന്റെ ഒരു മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയാണ്. ഈ ഡ്രൈവർക്ക് നില വലിയ ഗുരുതരമായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പമുള്ള 2 യാത്രക്കാരും ഗുരുതരമാണ്. ഈ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മൊത്തം 18 പേരോളം ഉണ്ടെന്നുള്ള കണക്ക് കൂടി ഇപ്പം നമുക്ക് വരുന്നു. ഇതിൽ 8 പേരെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും 4 പേരെ കോന്നിയിലെ ആശുപത്രിയിലെയും ഒരാളെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയൊക്കെ അവസ്ഥ ഇടപെടലാണ് ഈ വലിയ ആളുകൾക്ക് വലിയ ജീവഹാനി സംഭവിക്കാതെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്തായാലും ഈ അപകട മേഖലയായ ഒരു പ്രദേശം കൂടിയാണ്. അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരു പരാതി കൂടി ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ പ്രദേശവാസി പറയുന്നത് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വളവ്, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ പരാതികൾ ഉന്നയിക്കുന്നുണ്ടോ നാട്ടുകാർ? അത്തരത്തിലുള്ള പരാതികൾ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്തൊരു റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ. അവിടെ ഈ റോഡിൽ പലപ്പോഴും വളവുകൾ നിവർത്തി ചെയ്യാതെ ഈ പ്രദേശത്ത് അങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട്. അതൊരു പരാതിയായിട്ട് നേരത്തെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അതും ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ ടാർ ചെയ്ത് ഉന്നത നിലവാരത്തിലായതിനു ശേഷം വലിയ അമിത സ്പീഡിൽ ഒരു ഇറക്കവും വളവും കൂടിയുള്ള പ്രദേശമാണ്. അത്തരത്തിൽ വരുമ്പോൾ എതിരെ വരുന്ന വാഹനം കാണാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇന്നത്തെ അപകടം ഈ കാറുകാരന്റെ കയ്യിലുള്ള ഒരു കുഴപ്പമാണ്. കാരണം മറ്റൊരു വാഹനത്തെ മറികടന്ന് പെട്ടെന്ന് വരുന്ന ഒരു സാഹചര്യം ഇറക്കിറങ്ങി വരികയായിരുന്നു. ആ കാറിനെ കണ്ടുകൊണ്ട് KSRTC ഡ്രൈവർ വെട്ടിച്ച് മാറ്റിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിന് കാരണം. എന്തായാലും ഡ്രൈവറുടെ നില ഇപ്പോൾ ഗുരുതരമായി ഒന്നുള്ളതായാലും 3 പേരുടെ ഈ അപകടത്തിൽ ഗുരുതരമായി തുടരുന്നു. 16 പേർക്ക് പരിക്കുള്ളതിൽ 8 പേരെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ 4 പേരെ കോന്നി ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യ നില ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിലേക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും സാരമായി പരിക്കേറ്റുള്ളവരുണ്ട്. ഒപ്പം ഗുരുതരമായി പരിക്കേറ്റ 3 പേരുമുണ്ട്. ഈ 3 പേരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തോ ശശിനാരായണൻ, ഈ പരിക്കേറ്റവരിൽ ആരുടെയെങ്കിലും പേര് വിവരങ്ങളോ ഏത് സ്വദേശികളാണെന്നോ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് പോലീസിന് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ യാത്രക്കാര് പരിക്കേറ്റ ആളുകളുടെ ഒരു വിവരം നമുക്ക് അല്പസമയത്തിന് മുമ്പ് ലഭിക്കും. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നിലവിൽ പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക വിവരമാണ് നമ്മൾ സൂചിപ്പിച്ച കണക്ക്. എന്തായാലും അപകടം വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 2 വാഹനം കണ്ടാലും വലിയ രീതിയിൽ ജീവഹാനി സംഭവിക്കുന്ന തരത്തിലാണ് ഈ അപകടം ഉള്ളത്. അതിന്റെ 2 വാഹനങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. KSRTC ബസിന്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കാറ് പൂർണ്ണമായി തകർന്നിട്ടുള്ള ഒരു സ്ഥിതിയുമാണുള്ളത്. എന്തായാലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വലിയ അവസരോചിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഇത്രയെങ്കിലും ആളുകളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഈ മേഖല അപകട മേഖല എന്ന ഒരു പരാതി കൂടി നാട്ടുകാർക്കുണ്ട്. അതെല്ലാം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വാഹനം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കണം. എന്തോ പത്തനംതിട്ട കോന്നിയിൽ KSRTC ബസ് അപകടമുണ്ടായി 3 പേരുടെ നില ഗുരുതരമാണ്. കോന്നി ഇളകൊല്ലൂരിലാണ് ഈ അപകടം സംഭവിച്ചത്. KSRTC ബസിന്റെ ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ 16 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് ശശിനാരായണൻ നൽകുന്നത് ഇളകൊല്ലൂരിൽ നിന്ന്. ശശിനാരായണൻ, ഈ ബസ് ഇടിയുടെ ആഘാതത്തിൽ കാറ് തകർന്നിട്ടുണ്ട്. ബസ്സിലും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യാത്രക്കാരെ പുറത്തിറക്കുക എന്നുള്ളത് വലിയ ദുഷ്കരമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫയർഫോഴ്സിന്റെ സൗകര്യം ലഭ്യമായിരുന്നു. അത് തന്നെയാണ്. കാരണം വലിയൊരു ജംഗ്ഷനാണ്. പള്ളിപ്പടിയിലെ ആളുകളുള്ള ഒരു മേഖല തന്നെയാണ്. ഇവിടെ ആളുകളും നാട്ടിലുള്ള ഒരു കടകളൊക്കെ ഉള്ള സ്ഥലമാണ്. ചെറിയൊരു ജംഗ്ഷൻ തന്നെയാണ്. ആ ജംഗ്ഷൻ ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ നാട്ടുകാർ എത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം പെട്ടെന്ന് നടത്താൻ കഴിഞ്ഞത്. ഫയർഫോഴ്സിന്റെ സംഘവും അതുപോലെ പോലീസും ഒക്കെ ഉടൻ തന്നെ എത്തി. നാട്ടുകാരാണ്, പള്ളിയിലുള്ള നാട്ടുകാരും
ഈ വിശ്വാസികളൊക്കെ ചേർന്നാണ് ഈ അപകടത്തിൽ വാഹനത്തിൽപ്പെട്ട ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളെല്ലാം ആദ്യഘട്ടത്തിൽ ചെയ്ത് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ച തൊട്ടടുത്ത് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയും കോന്നി ആശുപത്രിയും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. എന്തായാലും ഈ അപകടത്തിൽ ഈ ഡ്രൈവർക്ക് KSRTC ബസ്സിന്റെ ഡ്രൈവർക്ക് പത്തനംതിട്ടയിൽ നിന്നും വന്ന KSRTC ബസ്സാണ്. ആ ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം യാത്രക്കാരായ രണ്ടുപേർക്കും അവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരമാണ്. ഈ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും ഈ വാഹനം ഈ പള്ളി കമാനം ഇടിച്ച പള്ളിയുടെ ഗേറ്റ് തകർത്തകത്ത് കയറിയ KSRTC ബസ് നീക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്നാൽ അതേസമയം ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ ഗതാഗത തടസ്സം ഒഴിവാക്കി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. ഇപ്പോഴും ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും അവിടുന്ന് ഗതാഗത തടസ്സം ഉണ്ടാകാതെ തന്നെ ബസ് മാറ്റി ഇടുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി ശശി, തുടരുക. മനു പ്രദേശവാസി ചേരുന്നു ടെലിഫോൺ ലൈനിൽ. മനു, ഈ അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സംഭവം നടന്ന ഉടനെ തന്നെ നമ്മൾ അവിടെ എത്തിയായിരുന്നു. ഇത് പത്തനംതിട്ടയിൽ നിന്ന് പുനലൂർ ഭാഗത്തേക്ക് പോയ KSRTC ബസ്സാണ്. അപ്പൊ ഈ KSRTC ബസ് നമ്മുടെ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇപ്പൊ പണിയെല്ലാം തീർത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന റോഡാണ്. അപ്പൊ പൊതുവെ വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ തന്നെയാണ് ഈ ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന ആ വളവിനപ്പം നമ്മുടെ പത്തനംതിട്ട ഭാഗത്തേക്ക് വന്ന ഒരു സൈലോ കാറാണ്. അതിലേക്ക് ഇടിച്ച് കയറിയ ശേഷം ഈ പുതിയതായിട്ട് പണിഞ്ഞിരുന്ന ആ പള്ളി കമാനത്തിലേക്ക് ഇടിച്ച് ഒന്ന് കയറുകയായിരുന്നു. ബസിന്റെ സ്പീഡായിരുന്നോ പ്രശ്നം? ബസ്സിന് അമിത സ്പീഡ് തന്നെ ഉണ്ടായിരുന്നു. ബസ്സിന് റോങ് സൈഡ് ആയിരുന്നോ? റോങ് സൈഡ് കയറിയാണ് ഇടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന സമയത്ത് ഇറങ്ങി വന്ന ആ വളവിന് പെട്ടെന്ന് ഓപ്പോസിറ്റ് വണ്ടി വരികയും അതിലേക്ക് ഇടിച്ച ശേഷം ഈ ഇടത്തെ സൈഡിൽ ഈ കാറിന്റെ സൈഡിൽ കയറിയാണ് ഇടിച്ചത് വണ്ടി. ഇടിച്ച ശേഷം കാറിൽ 2 പേരുണ്ടായിരുന്നു. ഡ്രൈവറുടെ നില വളരെ ഗുരുതരമാണ്. കാര്യം പുള്ളിയെ എടുത്തേക്ക് ഇപ്പൊ തന്നെ ശരീരാസകലം വളരെ വലിയ പരുക്കുണ്ട്. കാര്യം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു. അവരെ പത്തനംതിട്ടയൊക്കെ കൊണ്ടുപോയവരെ എല്ലാം കോട്ടയത്തേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. 3 പേർക്ക് വളരെ സീരിയസ് ആണ്. ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറുടെയും ഒരു യാത്രക്കാരിയുടെയും നില വളരെ ഗുരുതരമാണ്. 3 പേരാണ് പ്രത്യക്ഷത്തിൽ ഗുരുതര പരിക്കേറ്റത്. അതെ, 3 പേർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ബാക്കിയുള്ളവർ പത്തനംതിട്ട ജനറൽ ആശുപത്രി ചികിത്സയെ തുടർന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പോയിട്ട് ഇവർ പറഞ്ഞ പത്തനംതിട്ടയാണ്. ബാക്കി ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം കോട്ടയത്തിന് കൊണ്ടുപോയെന്നും പറഞ്ഞു. മനു, ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? എളുപ്പത്തിൽ സാധ്യമായിരുന്നോ ഈ എല്ലാവരെയും പുറത്തിറക്കുക എന്നുള്ള? കമ്മാനം ഇടിഞ്ഞു കിടക്കുന്നു, ബസ്സിന്റെ മുകളിൽ. അല്ല, രക്ഷാപ്രവർത്തനം ഈ ജീപ്പിനകത്ത് കുടുങ്ങിയവരുടെയും വണ്ടിക്കകത്ത് കുടുങ്ങിയവരുടെയും വളരെ ബുദ്ധിമുട്ടേറിയ രീതിയിലായിരുന്നു. കാര്യം കുടുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ആദ്യ സമയത്ത് കുറച്ച് പേര് സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമുള്ള എയർഫോഴ്സുകൾ എത്തി സംഭവ സ്ഥലത്ത്. കാര്യം അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അറിയിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എത്തി. അവരും എല്ലാം കൂടി പോലീസും എല്ലാം കൂടിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഇതൊരു സ്ഥിരം ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണോ മനു? സ്ഥിരമായിട്ട്? അതെ. ഇതിപ്പം നമ്മുടെ നാഷണൽ ഹൈവേ ഈ നല്ല വീതിയിൽ റോഡ് തീർന്നു കിടക്കുന്നു. ഇതിനു മുമ്പ് റോഡ് ഇല്ല. ഈ ശരിക്കും വീതി കുറഞ്ഞ സമയത്തും ഇവിടെ സ്ഥിരം അപകട മേഖലയാണ്. കാര്യം ഇത് വളരെ ദൂരത്തില് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന വഴി ആയതുകൊണ്ട് ഈ ഇറക്കവും കൂടിയാണ്. വളരെ അപകടകരമായ രീതിയിലാണ് ബസ്സുകളും എല്ലാ വണ്ടികളും ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്നത്. കാര്യം ഇപ്പൊ റോഡ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തില് അത് വളരെയധികം അപകടകരമായ സാഹചര്യമുള്ള ഒരു മേഖലയാണ്. അവിടെ അപകട മുന്നറിയിപ്പോ വേഗം നിയന്ത്രിക്കേണ്ട ബോർഡോ ഒന്നും തന്നെ ഇല്ല? ഇല്ല, അത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. കാര്യം ഇതിപ്പോ റോഡ് പണി കഴിഞ്ഞിട്ട് വളരെ കുറച്ചു നാളെ ആയുള്ളൂ. ഒരു 6 മാസമൊക്കെ ആയുള്ളൂ ഇത് തുറന്നു കൊടുത്തിട്ട്. അപ്പൊ അതൊന്നും മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല ഇതുവരെ. ശരി, ബസിന്റെ അപകടത്തിൽ ഈ ഡ്രൈവറെ പുറത്തിറക്കുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നോ? അബോധാവസ്ഥയിലല്ലായിരുന്നു, ബോധം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഗുരുതരമായ പരിക്കാണ്. കാര്യം ഈ പുള്ളി ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയ സാഹചര്യത്തില് ഈ ഗേറ്റിലും പൂട്ടിക്കിടന്ന ഗേറ്റിലും വലിയ കമാനത്തിലുമായിട്ടാണ് ഇടിക്കുന്നത്. അപ്പൊ പുള്ളി എന്തായാലും തെറിച്ചു പോയി. സീറ്റ് ബെൽറ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ. ശരി മനു, ഞാൻ ഇടപെടട്ടെ. ഫാദർ ലെസ്ലി പി ചെറിയാൻ ഈ പള്ളിയിലെ ഇളവള്ളൂർ പള്ളിയിലെ വികാരിയാണ്.
ഫാദർ നമസ്കാരം. ഈ അപകടം നടക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്നോ, പരിസരത്തുണ്ടായിരുന്നോ ഫാദർ? ഫോൺ ലൈൻ വിച്ഛേദിക്കപ്പെട്ടു. എന്നാലും വലിയൊരു അപകടം, 16-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പത്തനംതിട്ട ഇളകൊല്ലൂരിൽ ബസ് കാറുമായി കൂട്ടിയിടിച്ചു. പിന്നീട് പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറി. കമാനം ബസ്സിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ നൽകിയത് ശശിനാരായണനും ഒപ്പം പ്രദേശവാസികളും. 3 മണി വാർത്തയിലേക്ക് വീണ്ടും. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടർമാരെ ആക്രമിച്ചവരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക്. മാർച്ച് 17-ന് മെഡിക്കൽ സമരം നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ചികിത്സയിൽ നിന്ന് ഡോക്ടർമാർ മാറി നിൽക്കും. മരണഭയത്തോട് ജോലി ചെയ്യാൻ കഴിയില്ല. അത് ഞങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു വധശ്രമം നമ്മുടെ പോലീസിന്റെ മുമ്പിൽ വെച്ച് നടന്നിട്ട് ആക്രമണത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ഈ കാര്യത്തിൽ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്. സമരത്തോട് മന്ത്രി എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ തീർച്ചയായിട്ടും മന്ത്രിയോട് ഇന്ന് രാവിലെ 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നു. മന്ത്രി പത്തനംതിട്ടയാണുള്ളത്, അതുകൊണ്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അവരോടുള്ള ഞങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് സമീപനത്തിൽ ഞങ്ങൾ നന്ദിയും കടപ്പാടുമൊക്കെ അറിയിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധത്തിന് അവകാശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 3 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.